പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകും. 12 പ്രതികളെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്കെല്ലാം ബോംബ് നിർമ്മാണത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ CPM-ന് പങ്കില്ലെന്ന് MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. പ്രതികളിൽ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് അവർ തന്നെയാണ്. അക്കാര്യം ഡിവൈഎഫ്ഐ നേതൃത്വത്തോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതറിയില്ല, ഇതുവരെ മനസ്സിലില്ലേ? ആ ഡിവൈഎഫ്ഐക്കാർ ചോദിക്കുന്നത്, അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല. CPM-ന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 27 ആളുടെ നമ്മുടെ സഹാക്കളുടെ ലിസ്റ്റ് ഞാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തതാണ്. ആ 27 സഹാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. CPIM-ന്റെ ഉന്നത തലങ്ങളിൽ നടന്ന പ്ലാനിംഗ് പാനൂർ സ്ഫോടനത്തിന് പിന്നിലുണ്ട് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ആരോപണം. CPM പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നാണ് ആദ്യം പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നത്. പക്ഷേ ഡിവൈഎഫ്ഐയുടെയും CPIM-ന്റെയും ഉന്നത നേതാക്കളാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ളത്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ബോംബ് നിർമ്മാണം പ്രാദേശിക തലത്തിൽ മാത്രം ആസൂത്രണം ചെയ്തതാണ് എന്ന് കരുതാനാവില്ല. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. സജോ, ഇതിൽ പോലീസ് റിപ്പോർട്ട് തന്നെ അല്ലെ, പോലീസിന്റെ കണ്ടെത്തൽ തന്നെ ഡിവൈഎഫ്ഐക്ക് എതിരാണ്, അവരുടെ വാദങ്ങൾ നിരാകരിക്കുന്നതാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാദങ്ങളും തള്ളുന്നതാണ് പോലീസിന്റെ നിഗമനങ്ങൾ. അതിൽ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പോലീസിനെ വിമർശിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഒരു ചെറുപ്പക്കാരനെ കേസിൽപ്പെടുത്തി എന്ന് വിമർശിച്ചിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അത് ആരോപണം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് കേട്ടില്ല. ഡിവൈഎഫ്ഐ വിശദീകരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തുന്നു. എന്താണ് അക്കാര്യത്തിൽ പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിന് പറയാനുള്ളത്, ഡിവൈഎഫ്ഐ നേതൃത്വത്തിന് പറയാനുള്ളത്? വിജയകുമാർ, ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതാണ്. അതായത് സന്നദ്ധ പ്രവർത്തകൻ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് ഇന്ന് അദ്ദേഹം ആവർത്തിച്ചു എന്നതാണ്. ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിപ്പറയുന്ന സ്വഭാവം തനിക്കില്ല. സ്വാഭാവികമായും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് സന്നദ്ധ പ്രവർത്തകർ ഓടിയെത്തും, അവരും പ്രതിപട്ടികയുടെ ഭാഗമായിട്ടുണ്ട് എന്ന വാദം അദ്ദേഹം ആവർത്തിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഇതിൽ പോലീസിന്റെ കണ്ടെത്തൽ CPM-നെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. 12 പ്രതികളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഈ 12 പേരിൽ 4 പേർ ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. ബാക്കി എല്ലാവരും CPM അനുഭാവികളോ ഡിവൈഎഫ്ഐ അംഗങ്ങളോ ആണ്. അതായത് എല്ലാവരും ഡിവൈഎഫ്ഐ അംഗത്വമുള്ളവരാണ്. 4 പേർ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. മുഖ്യ ആസൂത്രകൻ ഡിവൈഎഫ്ഐയുടെയും യൂണിറ്റ് സെക്രട്ടറിയാണ്. ഒപ്പം തെളിവ് നശിപ്പിച്ചയാൾ ഡിവൈഎഫ്ഐയുടെയും യൂണിറ്റ് സെക്രട്ടറിയും മേഖലയിലെ റെഡ് വോളണ്ടിയർ ടീമിന്റെ ക്യാപ്റ്റനുമാണ്. ആ കാര്യം, അതായത് അമൽ ബാബുവിനെ പരാമർശിച്ചാണ് സന്നദ്ധ പ്രവർത്തകൻ എന്ന വാദം ഈ റെഡ് വോളണ്ടിയർ ടീം ക്യാപ്റ്റനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. അത് പരിശോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കേണ്ടത് ഡിവൈഎഫ്ഐ നേതൃത്വമാണ്. നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ അവരാണ് നടപടി എടുക്കേണ്ടത്. അക്കാര്യം ഡിവൈഎഫ്ഐ തന്നെ വിശദീകരിക്കട്ടെ എന്നതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഡിവൈഎഫ്ഐ വിശദീകരിച്ചിരുന്നു, ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ CPM അങ്ങനെ ഒരു വാദത്തിലേക്ക്, അങ്ങനെ ഒരു പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഒപ്പം CPIM-ന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല, പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ അംഗങ്ങളും ഭാരവാഹികളുമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടത്. നേരത്തെ ഈ സന്നദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവാദം പോലീസ് പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കുള്ളവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസിന്റെ വാദം. റിമാൻഡ് റിപ്പോർട്ടിലടക്കം ആ കാര്യം പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, പ്രതികളിൽ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് ഡിവൈഎഫ്ഐ ആണ്. അക്കാര്യം ഡിവൈഎഫ്ഐ നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പോലീസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.